അസ്സലാമലൈക്കും. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നിന്ന് ഹക്കീമാണ്. ഞാനുള്ളത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ തരൂർ എന്ന പ്രദേശത്ത് നമ്മുടെ മോഹനേട്ടന്റെ വീട്ടിലാണ്. മോഹനേട്ടൻ ക്രോണിക് റിനൽ ഫെയിലിയർ എന്ന് പറഞ്ഞ മാരകമായിട്ടുള്ള ഒരു രോഗത്തിന് അടിമയായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. ഇദ്ദേഹം ഒരു വർഷം മുമ്പ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇട്ടത് പ്രകാരം ഇദ്ദേഹത്തിന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഡയാലിസിസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ രോഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ആന്തരിക അവയവങ്ങളായിട്ടുള്ള കിഡ്നി, ലിവർ, പാൻക്രിയാസ്, അതേപോലെ ശ്വാസകോശം, ഇതിന്റെയൊക്കെ പ്രവർത്തനം പതുക്കെ നിലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അന്ന് സംസാരിക്കുമ്പോൾ കിഡ്നിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കിഡ്നി ഏകദേശം 5%, 6% വർക്കിംഗ് ഉള്ളൂ. ഒന്നരാടം ഇദ്ദേഹത്തിന് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഡയാലിസിസ് വേണം. ഡയാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ കൈ ഈ വർക്കിംഗ് പ്ലേസിൽ വെച്ച് കട്ടർ തട്ടിയിട്ട് കൈ മുറിഞ്ഞുപോയി. അങ്ങനെ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 1.5 മാസമായിട്ട് പൈസ ഇല്ല, വരുമാനം നിലച്ചു. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മാക്സിമം ആൾക്കാരും സഹായിച്ചെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ ഉള്ളതുപോലെ പിഞ്ചു കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കുട്ടികളുടെ കാര്യമെങ്കിലും ആലോചിച്ചിട്ട് ഈ ചേച്ചിക്കോ ചേച്ചിയുടെ വീട്ടിലോ ഒന്നുമായിട്ട് യാതൊരു വിധത്തിലുള്ള വരുമാനവും ഇല്ല. ഈ കുട്ടികളെ ആലോചിച്ച് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും അതുകൂടാതെ ഇദ്ദേഹത്തിനെ മാക്സിമം സഹായിക്കുകയും വേണം. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങളോട് പറയും. എൻ്റെ കാല് രണ്ടും ഇപ്പൊ തളർന്നിട്ടിരിക്കുകയാണ്. ഞാൻ എണീറ്റിരിക്കാൻ പറ്റില്ല, എണീറ്റിരിക്കാൻ പറ്റില്ല. വളരെ വലിയൊരു നിസ്സഹായ അവസ്ഥയിലാണ് ഇവർ. ഇദ്ദേഹം ഈ വീഡിയോ പറയുകയാണെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണം ഒരു വാക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വീടും കൂടി ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾ പെട്ടെന്നൊന്ന് വീട് കാണുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ വീട് ഇതാണ്. എന്തായാലും ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ അവസ്ഥ. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു റൂമാണിത്, കണ്ടില്ലേ? ഒരു ബെഡ്റൂം പോലെ ഒരു റൂമാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന്റെ അടുത്ത റൂമാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? അതേപോലെ ഇദ്ദേഹം ഇവിടെയാണ് ഇവർ കിടക്കുന്നത്. ആകെ ഇതാണ് ഇതിന്റെ ഒരു ഓടിട്ട വീടാണിത്. അപ്പൊ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഇദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുക്കണം. ഇദ്ദേഹത്തിന് പൈസ കിട്ടിയാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. ആ 2 കുട്ടികളെ ആലോചിച്ച് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാവരോടും റിക്വസ്റ്റ് ആണ്, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും നിങ്ങൾ കഴിയാകുന്ന ഒരു എമൗണ്ട് എല്ലാവരും അയച്ചു കൊടുക്കണമെന്ന് പടച്ചോന്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.